ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മൂത്തപ്പെടുമാറാകട്ടെ. വേദപുസ്തകം ഒരു വർഷം കൊണ്ട് വായിച്ചു തീർക്കുന്ന ഒരു ശുശ്രൂഷയാണിത്. ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ദിവസം 15. ഇന്നത്തെ വേദഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഉൽപ്പത്തി പുസ്തകം 43 അധ്യായം. എന്നാൽ ക്ഷാമം ദേശത്ത് കഠിനമായി തീർന്നു. അവർ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ധാന്യം തിന്നു തീർന്നപ്പോൾ അവിടെ അപ്പൻ അവരോട്, നിങ്ങൾ ഇനിയും പോയി കുറേ ആഹാരം കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അതിന് യഹൂദ അവനോട് പറഞ്ഞത്, നിങ്ങളുടെ സഹോദരൻ നിങ്ങളോട് കൂടെ ഇല്ലാതിരുന്നാൽ നിങ്ങൾ എൻ്റെ മുഖം കാണുകയില്ല എന്ന് അദ്ദേഹം തീർച്ചയായും ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു. നീ ഞങ്ങളുടെ സഹോദരനെ ഞങ്ങളോട് കൂടെ അയച്ചാൽ ഞങ്ങൾ ചെന്ന് ആഹാരം വാങ്ങിക്കൊണ്ടുവരാം. അയക്കാഞ്ഞാലോ ഞങ്ങൾ പോകുകയില്ല. നിങ്ങളുടെ സഹോദരൻ നിങ്ങളോട് കൂടെ ഇല്ല എങ്കിൽ നിങ്ങൾ എൻ്റെ മുഖം കാണുകയില്ല എന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ഇനിയും ഒരു സഹോദരനുണ്ടെന്ന് നിങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞ് എനിക്ക് ഈ ദോഷം വരുത്തിയത് എന്തിന് എന്ന് ഇസ്രായേൽ പറഞ്ഞു. അതിന് അവർ, നിങ്ങളുടെ അപ്പൻ ജീവിച്ചിരിക്കുന്നുവോ, നിങ്ങൾക്കിനിയും ഒരു സഹോദരനുണ്ടോ എന്നിങ്ങനെ അദ്ദേഹം ഞങ്ങളെയും ഞങ്ങളുടെ വംശത്തെയും കുറിച്ച് താല്പര്യമായി ചോദിച്ചതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെയും അറിയിക്കേണ്ടി വന്നു. നിങ്ങളുടെ സഹോദരനെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരുവിൻ എന്ന് അദ്ദേഹം പറയുമെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നുവോ എന്ന് പറഞ്ഞു. പിന്നെ യഹൂദ തൻ്റെ അപ്പനായ ഇസ്രായേലിനോട് പറഞ്ഞത്, ഞങ്ങളും നീയും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളും മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് ബാലനെ എന്നോടുകൂടെ അയക്കണം. എന്നാൽ ഞങ്ങൾ പോകാം. ഞാൻ അവന് വേണ്ടി ഉത്തരവാദിയായിരിക്കാം. നീ അവനെ എൻ്റെ കയ്യിൽ നിന്ന് ചോദിക്കണം. ഞാൻ അവനെ നിന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവനെ നിന്റെ മുമ്പിൽ നിർത്തുന്നില്ലെങ്കിൽ ഞാൻ സദാകാലം നിനക്ക് കുറ്റക്കാരനായിക്കൊള്ളാം. ഞങ്ങൾ താമസിച്ചിരുന്നില്ലെങ്കിൽ ഇപ്പോൾ 2 പ്രാവശ്യം പോയി വരുമായിരുന്നു. അപ്പോൾ അവിടെ അപ്പനായ ഇസ്രായേൽ അവരോട് പറഞ്ഞത്, അങ്ങനെയെങ്കിൽ ഇത് ചെയ്യുവിൻ. നിങ്ങളുടെ പാത്രങ്ങളിൽ കുറേ സുഗന്ധപ്പശ, കുറേ തേൻ, സാമ്പ്രാണി, സന്നിനായകം, ബോടനണ്ടി, ബദാമണ്ടി എന്നിങ്ങനെ ദേശത്തിലെ വിശേഷ വസ്തുക്കളിൽ ചിലതൊക്കെയും കൊണ്ടുപോയി അദ്ദേഹത്തിന് കാഴ്ചവെപ്പിൻ. ഇരട്ടി ദ്രവ്യവും കയ്യിലെടുത്തുകൊള്ളുവിൻ. നിങ്ങളുടെ ചാക്കിൻ്റെ വായ്ക്കൽ മടങ്ങി വന്ന ദ്രവ്യവും കയ്യിൽ തിരികെ കൊണ്ടുപോകുവിൻ. പക്ഷേ അത് കൈമറിച്ചിലായിരിക്കും. നിങ്ങളുടെ സഹോദരനെയും കൂട്ടി പുറപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അടുക്കൽ വീണ്ടും ചെല്ലുവിൻ. അവൻ നിങ്ങളുടെ മറ്റു സഹോദരനെയും ബെന്യാമീനെയും നിങ്ങളോടുകൂടെ അയക്കേണ്ടതിന് സർവശക്തിയുള്ള ദൈവം അവന് നിങ്ങളോട് കരുണ തോന്നിക്കട്ടെ. എന്നാൽ ഞാൻ മക്കളില്ലാത്തവനാകണമെങ്കിൽ ആകട്ടെ. അങ്ങനെ അവർ ആ കാഴ്ചയും ഇരട്ടി ദ്രവ്യവും എടുത്ത് ബെന്യാമീനെയും കൂട്ടി പുറപ്പെട്ടു. മിസ്രയീമിൽ ചെന്ന് യോസഫിൻ്റെ മുമ്പിൽ നിന്നു. അവരോടുകൂടെ ബെന്യാമീനെ കണ്ടപ്പോൾ അവൻ തൻ്റെ ഗൃഹവിചാരകനോട്, നീ ഈ പുരുഷന്മാരെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോകാം. അവർ ഉച്ചയ്ക്ക് എന്നോടുകൂടെ ഭക്ഷണം കഴിക്കേണ്ടതാകയാൽ മൃഗത്തെ അറുത്ത് ഒരുക്കിക്കൊള്ളുക എന്ന് കൽപ്പിച്ചു. യോസേഫ് കൽപ്പിച്ചതുപോലെ അവൻ ചെയ്തു. അവരെ യോസഫിൻ്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി. തങ്ങളെ യോസഫിൻ്റെ വീട്ടിൽ കൊണ്ടുപോകയാൽ അവർ ഭയപ്പെട്ടു. ആദ്യത്തെ പ്രാവശ്യം നമ്മുടെ ചാക്കിൽ മടങ്ങി വന്ന ദ്രവ്യം നിമിത്തം നമ്മെ പിടിച്ച് അടിമകളാക്കി നമ്മുടെ കഴുതകളെയും എടുത്തുകൊള്ളേണ്ടതിനാകുന്നു നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അവർ യോസഫിൻ്റെ ഗൃഹവിചാരകന്റെ അടുക്കൽ ചെന്ന് വീട്ടുവാതിൽക്കൽ വെച്ച് അവനോട് സംസാരിച്ചു. യജമാനനെ, ആഹാരം കൊള്ളുവാൻ ഞങ്ങൾ മുമ്പേ വന്നിരുന്നു. ഞങ്ങൾ വഴിയമ്പലത്തിൽ ചെന്ന് ചാക്കഴിച്ചപ്പോൾ ഓരോരുത്തൻ്റെ ദ്രവ്യം മുഴുവനും അവനവൻ്റെ ചാക്കിൻ്റെ വായ്ക്കൽ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നു. ആഹാരം കൊള്ളുവാൻ വേറെ ദ്രവ്യവും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ദ്രവ്യം ഞങ്ങളുടെ ചാക്കിൽ വെച്ചത് ആരെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. അതിന് അവൻ, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ അപ്പൻ്റെ ദൈവം തന്നെ നിങ്ങളുടെ ചാക്കിൽ നിങ്ങൾക്ക് നിക്ഷേപം തന്നിരിക്കുന്നു. നിങ്ങളുടെ ദ്രവ്യം എനിക്ക് കിട്ടി എന്ന് പറഞ്ഞ് ശിമയോനെയും അവരുടെ അടുക്കൽ പുറത്തു കൊണ്ടുവന്നു. പിന്നെ അവൻ അവരെ യോസഫിൻ്റെ വീട്ടിനകത്ത് കൊണ്ടുപോയി അവർക്ക് വെള്ളം കൊടുത്തു. അവർ കാലുകളെ കഴുകി. അവരുടെ കഴുതകൾക്ക് അവൻ തീൻ കൊടുത്തു. ഉച്ചയ്ക്ക് യോസേഫ് വരുമ്പോഴേക്ക് അവർ കാഴ്ച ഒരുക്കി വെച്ചു. തങ്ങൾക്ക് ഭക്ഷണം അവിടെയെന്ന് അവർ കേട്ടിരുന്നു. യോസേഫ് വീട്ടിൽ വന്നപ്പോൾ അവർ കൈവശമുള്ള കാഴ്ച അകത്തു കൊണ്ടുചെന്ന് അവൻ്റെ മുമ്പാകെ വെച്ച് അവനെ സാഷ്ടാംഗം നമസ്കരിച്ചു. അവൻ അവരോട് കുശലപ്രശ്നം ചെയ്തു. നിങ്ങൾ പറഞ്ഞ വൃദ്ധൻ, നിങ്ങളുടെ അപ്പൻ സൗഖ്യമായിരിക്കുന്നുവോ?
അവൻ ജീവനോടിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവർ, ഞങ്ങളുടെ അപ്പനായ നിന്റെ അടിയന് സുഖം തന്നെ, അവൻ ജീവനോടിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. കുനിഞ്ഞ് നമസ്കരിച്ചു. പിന്നെ അവൻ തല ഉയർത്തി തൻ്റെ അമ്മയുടെ മകനും തൻ്റെ അനുജനുമായ ബെന്യാമീനെ കണ്ടു. നിങ്ങൾ എന്നോട് പറഞ്ഞ നിങ്ങളുടെ ഇളയ സഹോദരനോ ഇവൻ എന്ന് ചോദിച്ചു. ദൈവം നിനക്ക് കൃപ നൽകട്ടെ മകനെ എന്ന് പറഞ്ഞു. അനുജനെ കണ്ടിട്ട് യോസഫിൻ്റെ മനസ്സ് ഉരുകിയതുകൊണ്ട് അവൻ കരയേണ്ടതിന് ബന്ധപ്പെട്ട് സ്ഥലം അന്വേഷിച്ച് അറയിൽ ചെന്ന് അവിടെ വെച്ച് കരഞ്ഞു. പിന്നെ അവൻ മുഖം കഴുകി പുറത്തു വന്നു തന്നെത്താൻ അടക്കി. ഭക്ഷണം കൊണ്ടുവരുവിൻ എന്ന് കൽപ്പിച്ചു. അവർ അവന് പ്രത്യേകവും അവർക്ക് പ്രത്യേകവും അവനോടുകൂടെ ഭക്ഷിക്കുന്ന മിസ്രൈമ്യർക്ക് പ്രത്യേകവും കൊണ്ടുവന്നു വച്ചു. മിസ്രൈമ്യർ എബ്രായരോട് കൂടെ ഭക്ഷണം കഴിക്കുകയില്ല, അത് മിസ്രൈമ്യർക്ക് വെറുപ്പാകുന്നു. മൂത്തവൻ മുതൽ ഇളയവൻ വരെ പ്രായത്തിനൊത്തവണ്ണം അവരെ അവൻ്റെ മുമ്പാകെ ഇരുത്തി. അവർ അന്യോന്യം നോക്കി ആശ്ചര്യപ്പെട്ടു. അവൻ തൻ്റെ മുമ്പിൽ നിന്ന് അവർക്ക് ഓഹരി കൊടുത്തയച്ചു. ബെന്യാമീൻ്റെ ഓഹരി മറ്റവരുടെ ഓഹരിയുടെ 5 ഇരട്ടിയായിരുന്നു. അവർ പാനം ചെയ്ത് അവനോടുകൂടെ ആഹ്ലാദിച്ചു. ഉൽപ്പത്തി പുസ്തകം 44-ാമത്തെ അധ്യായം. അനന്തരം അവൻ തൻ്റെ ഗ്രഹവിചാരകനോട്, നീ അവരുടെ ചാക്കിൽ പിടിപ്പത് ധാന്യം നിറച്ച് ഓരോരുത്തൻ്റെ ദ്രവ്യം അവനവൻ്റെ ചാക്കിൻ്റെ വായ്ക്കൽ വയ്ക്കുക. ഇളയവൻ്റെ ചാക്കിൻ്റെ വായ്ക്കൽ വെള്ളി കൊണ്ടുള്ള എൻ്റെ പാനപാത്രവും അവൻ്റെ ധാന്യവിലയും വയ്ക്കുക എന്ന് കൽപ്പിച്ചു. യോസേഫ് കൽപ്പിച്ചതുപോലെ അവൻ ചെയ്തു. നേരം വെളുത്തപ്പോൾ അവരുടെ കഴുതകളുമായി അവരെ യാത്ര അയച്ചു. അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് ദൂരത്താകും മുമ്പേ യോസേഫ് തൻ്റെ ഗ്രഹവിചാരകനോട്, എഴുന്നേറ്റ് ആ പുരുഷന്മാരുടെ പിന്നാലെ ഓടിച്ചെല്ലുക. ഒപ്പമെത്തുമ്പോൾ അവരോട്, നിങ്ങൾ നന്മയ്ക്ക് പകരം തിന്മ ചെയ്തതെന്ത്? അതിലല്ലയോ എൻ്റെ യജമാനൻ കുടിക്കുന്നത്? അതിനാലല്ലയോ ലക്ഷണം നോക്കുന്നത്? നിങ്ങൾ ഈ ചെയ്തത് ഒട്ടും നന്നല്ല എന്ന് പറക എന്ന് കൽപ്പിച്ചു. അവൻ അവിടെ അടുക്കൽ എത്തിയപ്പോൾ ഈ വാക്കുകൾ അവരോട് പറഞ്ഞു. അവർ അവനോട് പറഞ്ഞത്, യജമാനൻ ഇങ്ങനെ പറയുന്നതെന്ത്? ഈ വക കാര്യം അടിയങ്ങൾ ഒരു നാളും ചെയ്യുകയില്ല. ഞങ്ങളുടെ ചാക്കിൻ്റെ വായ്ക്കൽ കണ്ട ദ്രവ്യം ഞങ്ങൾ കനാൻ ദേശത്ത് നിന്ന് നിന്റെ അടുക്കൽ വീണ്ടും കൊണ്ടുവന്നുവല്ലോ. പിന്നെ ഞങ്ങൾ നിന്റെ യജമാനൻ്റെ വീട്ടിൽ നിന്ന് വെള്ളിയും പൊന്നും മോഷ്ടിക്കുമോ? അടിയങ്ങളിൽ ആരുടെ പക്കലെങ്കിലും അത് കണ്ടാൽ അവൻ മരിക്കട്ടെ, ഞങ്ങളും യജമാനന് അടിമയായിക്കൊള്ളാം. അതിന് അവൻ, നിങ്ങൾ പറഞ്ഞതുപോലെ ആകട്ടെ. അത് ആരുടെ പക്കൽ കാണുന്നുവോ അവൻ എനിക്ക് അടിമയാകും, നിങ്ങളോ കുറ്റമില്ലാത്തവരായിരിക്കും. അവർ ബന്ധപ്പെട്ട് ചാക്ക് നിലത്തിറക്കി ഓരോരുത്തൻ താന്താൻ്റെ ചാക്ക് അഴിച്ചു. അവൻ മൂത്തവൻ്റെ ചാക്ക് തുടങ്ങി ഇളയവൻ്റെത് വരെ ശോധന കഴിച്ചു. ബെന്യാമീൻ്റെ ചാക്കിൽ പാനപാത്രം കണ്ടുപിടിച്ചു. അപ്പോൾ അവർ വസ്ത്രം കീറി ചുമട് കഴുതപ്പുറത്ത് കയറ്റി പട്ടണത്തിലേക്ക് മടങ്ങിച്ചെന്ന് യഹൂദയും അവൻ്റെ സഹോദരന്മാരും യോസഫിൻ്റെ വീട്ടിൽ ചെന്നു. അവൻ അതുവരെയും അവിടെ തന്നെ ആയിരുന്നു. അവരവൻ്റെ മുമ്പാകെ സാഷ്ടാംഗം വീണു. യോസേഫ് അവരോട്, നിങ്ങൾ ഈ ചെയ്ത പ്രവൃത്തി എന്ത്? എന്നെപ്പോലെയുള്ള ഒരുത്തന് ലക്ഷണവിദ്യ അറിയാമെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലയോ എന്ന് ചോദിച്ചു. അതിന് യഹൂദ യജമാനനോട്, ഞങ്ങൾ എന്തു പറയേണ്ടു? എന്തു ബോധിപ്പിക്കേണ്ടു? എങ്ങനെ ഞങ്ങളെ തന്നെ നീതീകരിക്കേണ്ടു? ദൈവം അടിയങ്ങളുടെ അകൃത്യം കണ്ടെത്തി. ഇതാ ഞങ്ങൾ യജമാനന് അടിമകൾ. ഞങ്ങളും ആരുടെ കയ്യിൽ പാത്രം കണ്ടുവോ അവനും തന്നെ എന്ന് പറഞ്ഞു. അതിന് അവൻ, അങ്ങനെ ഞാൻ ഒരു നാളും ചെയ്യുകയില്ല. ആരുടെ പക്കൽ പാത്രം കണ്ടുവോ അവൻ തന്നെ എനിക്ക് അടിമയായിരിക്കും. നിങ്ങളോ സമാധാനത്തോട് നിങ്ങളുടെ അപ്പൻ്റെ അടുക്കൽ പൊയ്ക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ യഹൂദ അടുത്ത് ചെന്ന് പറഞ്ഞത്, യജമാനനെ, അടിയൻ യജമാനോടൊന്ന് ബോധിപ്പിച്ചു കൊള്ളട്ടെ. അടിയൻ്റെ നേരെ കോപം ജ്വലിക്കരുതേ. യജമാനൻ ഫറവോനെ പോലെ അല്ലോ. നിങ്ങൾക്ക് അപ്പനോ സഹോദരനോ ഉണ്ടോ എന്ന് യജമാനൻ അടിയങ്ങളോട് ചോദിച്ചു. അതിന് ഞങ്ങൾ യജമാനനോട്, ഞങ്ങൾക്ക് വൃദ്ധനായ ഒരു അപ്പനും അവന് വാർദ്ധക്യത്തിൽ ജനിച്ച ഒരു മകനുമുണ്ട്. അവൻ്റെ ജ്യേഷ്ഠൻ മരിച്ചുപോയി. അവൻ്റെ അമ്മ പ്രസവിച്ചിട്ട് അവൻ ഒരുത്തനെ ശേഷിപ്പുള്ളൂ. അവൻ അപ്പൻ്റെ ഇഷ്ടനാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യജമാനൻ അടിയങ്ങളോട്, എനിക്ക് കാണേണ്ടതിന് അവനെ എൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവരുവിൻ എന്ന് കൽപ്പിച്ചുവല്ലോ. ഞങ്ങൾ യജമാനനോട്, ബാലന് അപ്പനെ പിരിഞ്ഞുകൂടാ, പിരിഞ്ഞാൽ അപ്പൻ മരിച്ചു പോകും എന്ന് പറഞ്ഞു. അതിന് യജമാനൻ അടിയങ്ങളോട്, നിങ്ങളുടെ ഇളയ സഹോദരൻ നിങ്ങളോടുകൂടെ വരാതിരുന്നാൽ നിങ്ങൾ എൻ്റെ മുഖം ഇനി കാണുകയില്ല എന്ന് കൽപ്പിച്ചു. അവിടത്തെ അടിയനായ അപ്പൻ്റെ അടുക്കൽ ഞങ്ങൾ ചെന്ന് യജമാനൻ്റെ വാക്കുകളെ അറിയിച്ചു. അനന്തരം ഞങ്ങളുടെ അപ്പൻ, നിങ്ങൾ ഇനിയും പോയി കുറേ ധാന്യം നമുക്ക് കൊള്ളുവിൻ എന്ന് പറഞ്ഞു.
അതിന് ഞങ്ങൾക്ക് പൊയ്ക്കൂടാ. അനുജൻ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പോകാം. അനുജനില്ലാതെ ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മുഖം കാണുവാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ അടിയനായ അപ്പൻ ഞങ്ങളോട് പറഞ്ഞത്, എൻ്റെ ഭാര്യ എനിക്ക് 2 പുത്രന്മാരെ പ്രസവിച്ചു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവരിൽ ഒരുത്തൻ എൻ്റെ അടുക്കൽ നിന്ന് പോയി, അവനെ പറിച്ചു കീറിപ്പോയി നിശ്ചയം എന്ന് ഞാൻ ഉറച്ചു. ഇതുവരെ ഞാൻ അവനെ കണ്ടിട്ടുമില്ല. നിങ്ങൾ ഇവനെയും കൊണ്ടുപോയിട്ട് അവന് വല്ല ആപത്തും വന്നാൽ നിങ്ങൾ എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറങ്ങുമാറാക്കും. അതുകൊണ്ട് ഇപ്പോൾ ബാലൻ കൂടെയില്ലാതെ ഞാൻ അവിടുത്തെ അടിയനായ അപ്പൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവൻ്റെ പ്രാണൻ ഇവൻ്റെ പ്രാണനോട് പറ്റിയിരിക്കുകൊണ്ട് ബാലൻ ഇല്ലെന്ന് കണ്ടാൽ അവൻ മരിച്ചു പോകും. അങ്ങനെ അടിയങ്ങൾ അവിടുത്തെ അടിയനായ അപ്പൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറങ്ങുമാറാക്കും. അടിയൻ അപ്പനോട്, അവനെ നിന്റെ അടുക്കൽ കൊണ്ടുവരാതിരുന്നാൽ ഞാനെന്നും അപ്പന് കുറ്റക്കാരനായിക്കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പനോട് ബാലനു വേണ്ടി ഉത്തരവാദിയുമായിരിക്കുന്നു. ആകയാൽ ബാലന് പകരം അടിയൻ യജമാനന് അടിമയായിരിക്കാനും ബാലൻ സഹോദരന്മാരോട് കൂടെ പൊയ്ക്കൊള്ളുവാനും അനുവദിക്കണമേ. ബാലൻ കൂടെ ഇല്ലാതെ ഞാൻ എങ്ങനെ അപ്പൻ്റെ അടുക്കൽ പോകും? അപ്പന് ഭവിക്കുന്ന ദോഷം ഞാൻ കാണേണ്ടി വരുമല്ലോ. ഉൽപ്പത്തി പുസ്തകം 45 അധ്യായം. അപ്പോൾ ചുറ്റും നിൽക്കുന്നവരുടെ മുമ്പിൽ തന്നെത്താൻ അടക്കുവാൻ വഹിയാതെ എല്ലാവരെയും എൻ്റെ അടുക്കൽ നിന്ന് പുറത്താക്കുവനെന്ന് യോസേഫ് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ യോസേഫ് തൻ്റെ സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആരും അടുക്കൽ ഉണ്ടായിരുന്നില്ല. അവൻ ഉച്ചത്തിൽ കരഞ്ഞു. മിസ്രയീമ്യരും ഫറവോന്റെ ഗ്രഹവും അത് കേട്ടു. യോസേഫ് സഹോദരന്മാരോട്, ഞാൻ യോസേഫ് ആകുന്നു, എൻ്റെ അപ്പൻ ജീവനോടിരിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവൻ്റെ സഹോദരന്മാർ അവൻ്റെ സന്നിധിയിൽ ഭ്രമിച്ചു പോയതുകൊണ്ട് അവനോട് ഉത്തരം പറവാൻ അവർക്ക് കഴിഞ്ഞില്ല. യോസേഫ് സഹോദരന്മാരോട്, ഇങ്ങോട്ട് അടുത്തു വരുവിൻ എന്ന് പറഞ്ഞു. അവരടുത്തു ചെന്നപ്പോൾ അവൻ പറഞ്ഞത്, നിങ്ങൾ മിസ്രയീമിലേക്ക് വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യോസേഫ് ആകുന്നു ഞാൻ. എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. ദേശത്ത് ക്ഷാമം ഉണ്ടായിട്ട് ഇപ്പോൾ 2 സംവത്സരമായി. ഉഴവും കൊയ്ത്തും ഇല്ലാത്ത 5 സംവത്സരം ഇനിയുമുണ്ട്. ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങളല്ല, ദൈവമത്ര എന്നെ ഇവിടെ അയച്ചത്. അവൻ എന്നെ ഫറവോന് പിതാവും അവൻ്റെ ഗൃഹത്തിനൊക്കെയും യജമാനനും മിസ്രയീം ദേശത്തിനൊക്കെയും അധിപതിയും ആക്കിയിരിക്കുന്നു. നിങ്ങൾ ബന്ധപ്പെട്ടെൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടത് എന്തെന്നാൽ, നിന്റെ മകനായ യോസേഫ് ഇപ്രകാരം പറയുന്നു, ദൈവം എന്നെ മിസ്രയീമിനൊക്കെയും അധിപതിയാക്കിയിരിക്കുന്നു. നീ താമസിയാതെ എൻ്റെ അടുക്കൽ വരേണം. നീ ഗോശൻ ദേശത്ത് പാർത്ത് എനിക്ക് സമീപമായിരിക്കും. നീയും മക്കളും മക്കളുടെ മക്കളും നിന്റെ ആടുകളും കന്നുകാലികളും നിനക്കുള്ളതൊക്കെയും തന്നെ. നിനക്കും കുടുംബത്തിനും നിനക്കുള്ള സകലത്തിനും ദാരിദ്ര്യം നേരിടാതെ വണ്ണം ഞാൻ അവിടെ നിന്നെ പോഷിപ്പിക്കും. ക്ഷാമമിനിയും 5 സംവത്സരം നിൽക്കും. ഇതാ ഞാൻ തന്നെ നിങ്ങളോട് സംസാരിക്കുന്നു എന്ന് നിങ്ങളും എൻ്റെ അനുജൻ ബെന്യാമീനും കണ്ണാലെ കാണുന്നുവല്ലോ. മിസ്രയീമിൽ എനിക്കുള്ള മഹത്വവും നിങ്ങൾ കണ്ടതൊക്കെയും അപ്പനെ അറിയിക്കണം. എൻ്റെ അപ്പനെ വേഗത്തിൽ ഇവിടെ കൊണ്ടുവരികയും വേണം. അവൻ തൻ്റെ അനുജൻ ബെന്യാമീനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ബെന്യാമീൻ അവനെയും കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അവൻ സഹോദരന്മാരെയൊക്കെയും ചുംബിച്ചു കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അതിൻ്റെ ശേഷം സഹോദരന്മാർ അവനുമായി സല്ലപിച്ചു. യോസഫിൻ്റെ സഹോദരന്മാർ വന്നിരിക്കുന്നു എന്നുള്ള കേൾവി ഫറവോന്റെ അരമനയിലെത്തി. അത് ഫറവോനും അവൻ്റെ ഭൃത്യന്മാർക്കും സന്തോഷമായി. ഫറവോൻ യോസഫിനോട് പറഞ്ഞത്, നിന്റെ സഹോദരന്മാരോട് നീ പറയേണ്ടതെന്നാൽ, നിങ്ങൾ ഇത് ചെയ്യുവിൻ. നിങ്ങളുടെ മൃഗങ്ങളുടെ പുറത്ത് ചുമട് കയറ്റി പുറപ്പെട്ട് കനാൻ ദേശത്ത് നിന്ന് നിങ്ങളുടെ അപ്പനെയും കുടുംബങ്ങളെയും കൂട്ടിക്കൊണ്ട് എൻ്റെ അടുക്കൽ വരുവിൻ. ഞാൻ നിങ്ങൾക്ക് മിസ്രയീം രാജ്യത്തിലെ നന്മ തരും. ദേശത്തിൻ്റെ പുഷ്ടി നിങ്ങൾ അനുഭവിക്കും. നിനക്ക് കൽപ്പന തന്നിരിക്കുന്നു. ഇതാകുന്നു നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ പൈതങ്ങളും ഭാര്യമാർക്കും വേണ്ടി മിസ്രയീം ദേശത്ത് നിന്ന് രഥങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ അപ്പനെ കയറ്റി കൊണ്ടുവരേണം. നിങ്ങളുടെ സാമാനങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട. മിസ്രയീം ദേശത്തെങ്ങുമുള്ള നന്മ നിങ്ങൾക്കുള്ളതാകുന്നു. ഇസ്രായേലിൻ്റെ പുത്രന്മാർ അങ്ങനെ തന്നെ ചെയ്തു. യോസേഫ് അവർക്ക്
ഫറവോന്റെ കൽപ്പന പ്രകാരം രഥങ്ങൾ കൊടുത്തു, വഴിക്ക് വേണ്ടുന്ന ആഹാരം കൊടുത്തു. അവരിൽ ഓരോരുത്തന് ഓരോ വസ്ത്രവും ബെന്യാമീനോ 300 വെള്ളിക്കാശും 5 വസ്ത്രവും കൊടുത്തു. അങ്ങനെ തന്നെ അവൻ തൻ്റെ അപ്പന് 10 കഴുതപ്പുറത്ത് മിസ്രൈമിലെ വിശേഷ സാധനങ്ങളും 10 പെൺകഴുതപ്പുറത്ത് വഴിച്ചെലവിന് ധാന്യവും ആഹാരവും കയറ്റി അയച്ചു. അങ്ങനെ അവൻ തൻ്റെ സഹോദരന്മാരെ യാത്രയയച്ചു. അവർ പുറപ്പെടുമ്പോൾ, നിങ്ങൾ വഴിയിൽ വെച്ച് ശണ്ട കൂടരുതെന്ന് അവരോട് പറഞ്ഞു. അവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് കനാൻ ദേശത്ത് അപ്പനായ യാക്കോബിൻ്റെ അടുക്കലെത്തി. അവനോട്, യോസേഫ് ജീവനോടിരിക്കുന്നു, അവൻ മിസ്രൈം ദേശത്തിനൊക്കെയും അധിപതിയാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കൂബ് സ്തംഭിച്ചുപോയി. അവർ പറഞ്ഞത് വിശ്വസിച്ചതുമില്ല. യോസേഫ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും അവർ അവനോട് പറഞ്ഞു. തന്നെ കയറ്റിക്കൊണ്ടു പോകുവാൻ യോസേഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. മതി, എൻ്റെ മകൻ യോസേഫ് ജീവനോടിരിക്കുന്നു, ഞാൻ മരിക്കും മുമ്പേ അവനെ പോയി കാണും എന്ന് ഇസ്രായേൽ പറഞ്ഞു. ഇവിടെ ഇന്നത്തേക്കുള്ള തിരുവചന വേദഭാഗം വായിച്ചവസാനിക്കുന്നു. ഈ വായിച്ചു കേട്ട തിരുവെഴുത്തുകളാൽ ദൈവം നമ്മേവരെയും അതിസമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.